2020 ലോകകപ്പിൽ മൂന്നാം ജയത്തോടെ ഇന്ത്യ സൂപ്പർ 8-ൽ അമേരിക്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. 111 റൺസ് വിജയലക്ഷ്യം 10 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. സൂര്യകുമാർ യാദവ് പുറത്താകാതെ 50 റൺസ് എടുത്തു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അനിൽ, സന്തോഷകരമായ വാർത്തയാണ്. എങ്ങനെയായിരുന്നു മത്സരം, മറ്റു വിശദാംശങ്ങൾ? കീർത്തന, 3 ജയത്തോടെ ഇന്ത്യ അങ്ങനെ സൂപ്പർ 8ലേക്ക് മുന്നേറിയിരിക്കുകയാണ്. അമേരിക്കയോട് ആദ്യഘട്ടത്തിൽ ഒന്ന് വിറച്ചെങ്കിൽ പോലും ഇന്ത്യ സൂര്യകുമാർ യാദവിന്റെയും ശുഭൻ ദുബെയുടെയും മികച്ച ഇന്നിങ്സിലൂടെ അങ്ങനെ വിജയലക്ഷ്യം മറികടക്കുകയാണ് ഉണ്ടായത്. 111 റൺസ് വിജയലക്ഷ്യം 10 പന്ത് ബാക്കി നിൽക്കുകയാണ് 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ ജയിച്ചു കയറിയത്. തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിയെ 0-നും നായകൻ രോഹിത് ശർമ്മയെ 3 റൺസിനും പുറത്തായി ഇന്ത്യ പതറിയിരുന്നു. വൈകാതെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തിളങ്ങിയ ഋഷഭ് പന്തും പുറത്തായി. അങ്ങനെ 39-3 എന്ന നിലയിൽ ഒരു പരുങ്ങലിലായിരുന്നു ഇന്ത്യ. പക്ഷേ ശിവം ദുബെയും സൂര്യകുമാർ യാദവും കൈകോർത്തോടുകൂടി ഇന്ത്യ അനായാസകരമായി വിജയലക്ഷ്യം മറികടന്നു. ഇരുവരും ചേർന്ന് 4-ാം വിക്കറ്റിൽ 72 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. ജയത്തോടുകൂടി പറഞ്ഞതുപോലെ ഇന്ത്യ സൂപ്പർ 8ലേക്ക് മുന്നേറിയത്. ഇന്ത്യയുടെ ഈ വിജയത്തിലും ക്രെഡിറ്റ് ബൗളർമാർക്ക് തന്നെയാണ് നൽകേണ്ടത്. അമേരിക്കയെ ചെറിയ സ്കോറിൽ പിടിച്ചു കിട്ടിയത് ബൗളർമാരുടെ മികവിലാണ്. ഹർഷദീപ് സിംഗ് 4 വിക്കറ്റ് എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് വീഴ്ത്തി. ഇനി ഇന്ത്യക്ക് ഗ്രൂപ്പിൽ ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. അത് കാനഡയ്ക്കെതിരെയാണ്. 15-നാണ് ആ മത്സരം നടക്കുക. കീർത്തന, ശരി. 2020-ൽ ഇന്ത്യ സൂപ്പർ 8-ൽ അമേരിക്കയെ പരാജയപ്പെടുത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.